നമസ്കാരം. നമ്മൾ എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവി ക്ഷേത്രത്തിലാണ്. ചരിത്രപ്രസിദ്ധമായ വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ മൂത്തവാത്തിയായ ശിവകുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. ദേവിയുടെ കൂടുതൽ ആചാരങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. എന്തുകൊണ്ടാണ് ഇവിടെ 3 വർഷത്തിലൊരിക്കൽ കാളികുട്ട മഹോത്സവം നടത്തുന്നത്? അതിന് പിന്നിലുള്ള സങ്കല്പം എന്താണ്? നമസ്കാരം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും പാലിക്കേണ്ടവയാണ്. അതായത് വേദങ്ങളിൽ നിന്നെടുത്ത് ഉപനിഷത്തുകളിൽ നിന്നെടുത്ത സാരാംശത്തെ, മന്ത്രസാരാംശത്തെ പ്രത്യേക ഒരു കൗളാചാര രീതിയിൽ ദേശത്തിൻ്റെ ആചാരം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് കലർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഓരോ ആചാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 3 വർഷത്തിലൊരിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ദേവി ഇരിക്കുന്ന അല്ലെങ്കിൽ ദേവൻ ഇരിക്കുന്ന ആ ഭാഗത്തെ, ക്ഷേത്രത്തിനകത്തുള്ള ആ ഭാഗത്തെ ഗർഭഗൃഹം എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് മുടിപ്പുര, ഈ അമ്പലത്തെ പൂർവ്വകാലത്തെ മുടിപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗർഭഗൃഹത്തിനകത്ത്, അതായത് ഗർഭത്തിനകത്ത് ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് പോറ്റി വളർത്തുന്നത്, അതുകൊണ്ട് അമ്പലത്തിലെ ശാന്തികരെ പോറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു അമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ പോറ്റി വളർത്തുന്നത്, അതേപോലെ ഈ വളർത്തി വലുതായി ആ കുഞ്ഞ് പാകമായി വരുമ്പോഴാണ് പ്രസവിക്കുന്നത്, അമ്മ പ്രസവിക്കുന്നത്. അപ്പം പാകമാകുന്ന സമയത്താണ് ആ കുട്ടിയെ പൂർണ്ണമായിട്ടും പ്രസവിച്ചു വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കുട്ടിയെ ഒരു ഉപനയനം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു ആചാര്യന്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായത്തിൽ പൂർവ്വകാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. പൂർവ്വകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വിടത്തില്ല, അച്ഛനും അമ്മയും മാതാപിതാക്കളെ കുഞ്ഞിനെ കൊണ്ട് ഗുരുകുലത്തിലേക്ക് അയക്കുന്നുണ്ട്. ആ ഗുരുകുലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഗുരു ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നു, ഗർഭത്തിലേക്കാണ് സ്വീകരിക്കുന്നത്. അതായത് കുഞ്ഞിനെ തൻ്റെ ഉള്ളിലേക്കാണ് സ്വീകരിക്കുന്നത്. അമ്പലത്തിൽ എങ്ങനെയാണോ ദേവി ഇരിക്കുന്നത് അല്ലെങ്കിൽ ദേവൻ ഇരിക്കുന്നത്, അതേപോലെ ആ ആചാര്യന്റെ ഗർഭത്തിലെയാണ് ആ കുഞ്ഞ് വളരുന്നത്. അപ്പൊ അതേപോലെ ക്ഷേത്രത്തിന് ഒരു ആചാര്യനുണ്ട്. ഇപ്പൊ ഏതൊരു ക്ഷേത്രത്തിനായിരുന്നാലും ഒരു തന്ത്രി, ക്ഷേത്രത്തിൽ ആചാരം ഗ്രഹിച്ച ഒരാളിനെയാണ് ആചാര്യനുള്ളത്. അപ്പൊ ആചാര്യന്റെ ഗർഭത്തിലേക്ക് കിടന്നിട്ട് ആചാര്യന്റെ ഗർഭത്തിലിരിക്കുന്ന ഈ മൂന്ന് കാലങ്ങളുണ്ട്. അപ്പൊ 3 കാലങ്ങളെ ഇവിടെ 3 വർഷങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഈ 3 രാത്രികളായിട്ടാണ്, ഈ 3 കാലങ്ങളെ 3 രാത്രികളായിട്ടാണ് വേദങ്ങൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ 3 കാലങ്ങൾ ഈ ആചാര്യന്റെ ഗർഭത്തിൽ ദേവി കഴിഞ്ഞിട്ട് ആ 3 കാലങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു, ദേവി പുറത്തേക്ക് ഇറങ്ങുന്നു, അതായത് ഗർഭഗൃഹം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സങ്കല്പം അനുസരിച്ചാണ് 3 വർഷത്തിലൊരിക്കൽ ഈ ഉത്സവത്തിന് വേണ്ടി, ഉത്സവം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എഴുന്നള്ളിക്കാണ് ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ പ്രസവിക്കുന്നതായിട്ടാണ്, ആചാര്യൻ പ്രസവിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് 3 വർഷത്തിലൊരിക്കൽ കാളികെട്ട് നടത്തുന്നത്. ആ ഒരു സങ്കല്പമാണ്. അത് ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ളൊരു സങ്കല്പമാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ആചാര്യന്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുഞ്ഞ്, നമ്മളൊരു സ്കൂളില് അല്ലെങ്കിൽ കോളേജിൽ ബിരുദം നേടി പുറത്തു വരുമ്പോഴത്തേക്കും ആ ദേശത്തിലുള്ള ആചാര്യന്മാര് അല്ല ദേശവാസികളെല്ലാം അവരെ അനുഗ്രഹിക്കാനും അല്ലെങ്കിൽ അഭിനന്ദിക്കാനും വേണ്ടി പോകുമല്ലോ. അപ്പൊ ഇപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മള് ജനകീയ സമ്പ്രദായത്തിന് ശേഷം, ജനകീയ ഭരണം വന്നതിന് ശേഷവും ഒരു ഒരു കുട്ടി ഒരു കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിരുദം നേടി വരുന്ന സമയത്ത് ആദരിക്കാൻ പോകുന്നു. അതേപോലെ ദേവി തൻ്റെ ഗർഭഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ ദേശത്തിലുള്ള ആൾക്കാർ കാളികൂട്ട് നടത്തുന്നുണ്ട്. കാളികൂട്ട് നടത്താൻ അമ്മയെ സ്വീകരിക്കും. ഈ ഒരു സങ്കല്പമാണ് ഇവിടുത്തെ അതിൻ്റെ കാളികൂട്ടിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സങ്കല്പം. അതുകൊണ്ടാണ് 3 വർഷത്തിലൊരിക്കൽ ഈ ഉത്സവം കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ളൊരു ചടങ്ങാണ് ഉച്ചബലി. പലരും വന്ന് കാണുന്നു, പോകുന്നു. അതിന് പിന്നിൽ എന്തിനു നടത്തുന്നു, അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാനങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഉച്ചബലി എന്താണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഉച്ചബലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാത്തിക്ക് അനുഗ്രഹം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. ഉച്ചബലി എന്ന ചടങ്ങ് രാത്രിയാണ് നടത്തുന്നത്. പലർക്കും അത് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് ഉച്ചയ്ക്കാണ് നടത്തുന്നത് തോന്നുന്നു. ഉച്ചബലി എന്ന വാക്ക് തന്നെ ഇവിടെ ഈ മലയാളവും തമിഴും കലർന്ന ഒരു ഭാഷയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഉച്ചത്തിൽ ഉറക്കെ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ഉച്ചബലി എന്ന ഉയർന്ന ബലിയാണ് അർത്ഥം. അപ്പൊ അഷ്ടദിക്പാലകർക്കും ദേവി പാർഷദന്മാർ, കാളി പാർഷദന്മാരും ആ പാർഷദന്മാർക്ക് നൽകുന്ന ബലിയാണ്. അപ്പൊ ഒരു ദിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെയും അന്വേഷിച്ച് ഒരു ദിക്കിലേക്ക് പോകുന്നു,
ആ ദിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അഷ്ടദിക്പാലകരെ ബലി പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് ഉച്ചബലി എന്ന് പറയുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവ ബലി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഉച്ചബലി ആയിട്ട് നടത്തുന്നു. ദേവിയുടെ സാന്നിധ്യത്തിൽ, അതായത് 8 പീഠം അഷ്ടദിക്പാലകർക്ക് ഇട്ടിട്ട് 9ാമത്തെ പീഠം നടുക്ക് ദേവിക്ക് ഇട്ടിട്ട് ദേവിയുടെ സാന്നിധ്യത്തിൽ അവർ ഊട്ടുന്നതാണ്. സൽക്കരിച്ചിരുത്തി അവർക്ക് ഈ അഷ്ടദിക്പാല ഊട്ട് നടത്തുന്നതാണ്. അപ്പം ദേവിയുടെ അനുചരനായിട്ട്, അതുകൊണ്ടാണ് ആ ദേവിയുടെ കിരീടത്തിലുള്ള ആ സർപ്പത്തിന്റെ ആകൃതിയിലാണ് ഉച്ചബലി കൊണ്ട എന്ന് പറയുന്നത്. ഉച്ചബലി കിരീടം ഉണ്ടല്ലോ, അതിൽ സർപ്പമാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. സർപ്പത്തിനെ അതിന്റെ രൂപത്തിലാണ് ആ ഉച്ചബലി കൊണ്ട് തയ്യാറി. അതായത് ദേവിയുടെ അനുചരനായിട്ട് ദേവി തന്നെ ദേവി തന്നെ നേരിട്ട് വന്ന് അഷ്ടദിക്പാലകർക്ക് വിളമ്പി കൊടുക്കുന്നതായിട്ടുള്ളൊരു സങ്കല്പമാണ് ചെയ്തത്. അപ്പം ബലി തൂകി അവസാനം ആണ് ദേവി തന്നെ അനുഗ്രഹം വന്ന് മുടി ചായുന്നതായിട്ട് തന്നെയുള്ള സങ്കല്പമാണ് ഞാൻ അവസാനം അനുഗ്രഹമായിട്ട് കാണുന്നത്. പല ദേശത്തു നിന്നും പല ദിക്കിൽ നിന്നൊക്കെ നമ്മുടെ കളങ്കാവലി ദർശിക്കാൻ വേണ്ടി ആൾക്കാർ എത്തുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ മാറ്റുവേഷ പപ്പര കളി എന്നുള്ള ചടങ്ങ് നടത്തുന്നത്. എല്ലാവരും കളങ്കാവലി കാണുന്നു പോകുന്നു. അതിനുശേഷമുള്ള പപ്പര കളി കാണാൻ ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റുവേഷ പപ്പര കളി എന്നീ ചടങ്ങുകളൊക്കെ നടത്തുന്നത്? മാറ്റുവേഷ പപ്പര കളി എന്ന് പറയുന്നത് ദേവി കീഴി അണിയറപ്പുര ഇരിക്കുന്ന ദിവസമല്ല മാറ്റുവീശുണ്ട്. കളങ്കാവിന് ശേഷമൊന്നല്ല, എപ്പോഴാണോ ദേവി കീഴി അണിയറപ്പുര ഇരിക്കുന്നത് ആ സമയത്തെല്ലാം മാറ്റുവീശും പപ്പര കളിയുണ്ട്. അപ്പം ദേവി ദാരികനെ അന്വേഷിച്ച് ദിക്കിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് ബ്രഹ്മാവ് ദേവിയുടെ ദേവിയുടെ അനുചരനായിട്ടുള്ള പപ്പര കളിക്കാരൻ നാരദൻ എന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം. നാരദന്റെ വേഷമാണ് ശരിക്കും പപ്പര കളിക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ നാരദ ഋഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് എങ്ങനെയാണ് അത് യുദ്ധം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് ദേവിയുടെ അടുത്ത് വന്നിട്ട് അവിടെ ആംഗ്യ ഭാഷയിൽ നൃത്തച്ചുവട് വെച്ച് ദേവിയുടെ കിരീടം പോലെയുള്ള ഒരു ഇതാണ് അത് ചെയ്യുന്നത്. തിരിച്ച് ബ്രഹ്മസ്ഥാനത്ത് വന്ന് ബ്രഹ്മാവിൻ്റെ സ്ഥാനമാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാവിനോട് ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ദൂതായിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പപ്പരകളുടെ സങ്കല്പം. ആ പപ്പരകളിക്ക് മുമ്പായിട്ട് മാറ്റുവീശ്, അത് പുതിയ തുണി കൊണ്ട്, മാറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ആ തുണി കൊണ്ട് വീശി ശുദ്ധിയാക്കുന്ന ഒരു ചടങ്ങ് മാറ്റുവീശ്. ഇളയവാത്തിയോ അല്ലെങ്കിൽ മൂത്തവാത്തിയോ അല്ലെങ്കിൽ കൂടെ വന്ന സഹവാത്തിമാരാണോ അത് ആ കർമ്മം ചെയ്യുന്നത്. ദേവി നമ്മുടെ വീടുകളിൽ നിറപറ പൂജക്കായിട്ട് എത്തുന്നുണ്ടല്ലോ. അപ്പൊ എൻ്റെ വീട്ടിലും ദേവി എത്തുന്ന സമയത്ത് നമ്മൾ കുടത്തില് ദേവിയുടെ തിരുമുടി കൊണ്ടുവരുന്ന ആളുടെ കാലിൽ നമ്മൾ കുടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താണ് ദേവിയെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവര് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അപ്പൊ അത് പലർക്കും അറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ ദേവിയുടെ തങ്ക തിരുമുടി കൊണ്ടുവരുന്ന ആളുടെ കാലിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ കയറ്റുന്നത് എന്തിനാണെന്ന് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന്. ഇത് പൂർവാചാരത്തിലുണ്ടായിരുന്ന ഒരു ആചാരമാണ്. പിന്നെ അത് കുറച്ചു കാലം അന്യം നിന്ന് പോയി. 1-2 വീടുകൾ മാത്രം അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ ഈ വർഷം കാളിയൂട്ടിന് കുറച്ച് വിപുലമായിട്ട് അത് ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മളൊരു അതിഥിയെ സ്വീകരിക്കുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ. ഒരു അതിഥിയെ നമ്മൾ സ്വീകരിക്കുന്ന അതിഥി ദേവോ ഭവ എന്നാണ്. അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായിട്ട് സ്വീകരിക്കണം എന്നാണ് നമ്മുടെ ഒരു സനാതനധർമ്മത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് സനാതനധർമ്മം കുറച്ച് കൂടുതൽ ബഹുമാനം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിഥികളെ എങ്ങനെ സ്വീകരിക്കണം? കാല് കഴിച്ച് ആണ് ഊട്ട് കൊടുക്കുന്നത്. കാല് കഴുകിയ ശേഷമാണ് അവർക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ഊട്ട് കൊടുക്കുന്നത്. ഇപ്പോഴങ്ങനെയാണ് കാല് കഴിച്ചൂട്ട് എന്നുള്ളൊരു സങ്കല്പം തന്നെ പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നെങ്കിലും വിദ്വാംസോ വൈ ദേവ എന്നാണ് പറയുന്നത്. വിദ്വാൻമാരാണ് ദേവന്മാരായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ വരുന്ന അതിഥി വിദ്വാനായിരിക്കണം എന്ന് സങ്കല്പിക്കുന്നത്. അങ്ങനെ വിദ്വാൻമാരെ മാത്രമേ ഇങ്ങനെ കാല് കഴിച്ചൂട്ടാവൂ. എല്ലാവരെയും കാല് കഴിച്ചൂട്ടാൻ പാടില്ല. അപ്പൊ ദേവി എന്ന് പറയുന്നത് പിന്നെ സങ്കല്പിക്കണോ? വിദ്വാനിലും വിദ്വാനല്ലേ. അപ്പൊ അങ്ങനെ അത്രയും ഭക്തിയോടുകൂടി ദേവിയാണ് വരുന്നതെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ദേവി എടുത്തിരിക്കുന്ന വാത്തിയുടെ കാലിൽ ഉപചാരപൂർവ്വം നമ്മൾ ഈ മഞ്ഞളും ഒപ്പം തന്നെ ചില മരുന്നുകളും ചേർത്ത്, മരുന്ന് കൂട്ടുകൾ മുമ്പ് അങ്ങനെ ചേർക്കുമായിരുന്നു, ഇപ്പം അതില്ല. എന്നാലും മഞ്ഞൾ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല അതും ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് വേറെ മറ്റൊരു സങ്കല്പം കൂടെ വരുന്നുണ്ട്. ഈ അണുനാശിനിയാണ് രണ്ടും, മഞ്ഞൾപ്പൊടിയും വേപ്പും അണുനാശിനിയാണ്. അപ്പം നമ്മുടെ വീടിനുള്ളിലേക്ക്, വീട് അത്രയും പവിത്രതയാണല്ലോ, അപ്പം വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ വഴി വെക്കുന്നൊക്കെ വരുന്നില്ല. അപ്പം
അത്രയും പവിത്രമായിട്ടുള്ള അല്ലേ, അതെ അണുനാശീകരണമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ട് നോക്കണമെങ്കിൽ അണുനാശീകരണമായിട്ടുള്ള ആ ഇത് കഴുകിയിട്ടാണ്. പൂർവ്വകാലത്ത് നമ്മൾ ചില പിന്നെ തറവാട് വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കിണ്ടി വെച്ചിട്ടുണ്ട്. അതെ കിണ്ടി വെച്ചിട്ട് കാല് കഴുകിയിട്ടാണ് ആചാര്യന്മാരെല്ലാം അതിഥിയെ വരുന്നത്. വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. കിണ്ടി നടുക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് സിനിമകളിലെ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ പവിത്രമായിട്ടൊരു ആചാരം ഇവിടെ പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ അന്യം നിന്ന് പോയി. പിന്നെ കുറച്ച് ഈ വർഷം കൂടുതൽ വിപുലമായിട്ട് അത് കയറി വന്നതാണ്. ഓ. ഈ ദേവി ദാസനിലേക്കുള്ള ഒരു പാത എങ്ങനെയായിരുന്നു? എങ്ങനെ ഈ ദേവിയുടെ ദാസനാവാനുള്ള പ്രേരണ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ദേവിയുടെ ഈ വാക്തിയായിട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു? അച്ഛൻ ഇവിടുത്തെ മൂത്തവാത്തിയായിരുന്നു. ഒരു 40 വർഷത്തോളം അച്ഛൻ്റെ ഇളയവാത്തിയായിട്ടും മൂത്തവാത്തിയായിട്ടും സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് അച്ഛൻ. അപ്പോൾ അന്ന് പോലെ ഞാൻ ഈ ഉത്സവാദി കർമ്മങ്ങൾ കാണാൻ വരുന്നു. അങ്ങനെ ഒരു പ്രേരണ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മാവനായിട്ടുള്ള തങ്കപമ്പാത്തി പെൻഷനായി മുടക്കി അങ്ങനെ അപേക്ഷ കൊടുക്കുകയും, അപ്പം ആ ഒരു അച്ഛൻ്റെ ഒരു ഇതായിരിക്കണം എന്ന് തോന്നുന്നു. അച്ഛൻ്റെ ബെഡിലുള്ള ഒരു സംഭവം ഇങ്ങനെ നമ്മളിലേക്ക് വന്നതാകണമെന്നാണ് എൻ്റെ ഒരു. അങ്ങനെയാണ് ഞാൻ ഈ ഇളയവാത്തിയായിട്ട് കയറുകയും പിന്നീട് 2017 മുതൽ മൂത്തവാത്തിയായിട്ട് സേവനം അനുഷ്ഠിച്ചു. നമ്മുടെ ദേവീ ക്ഷേത്രത്തിൽ ഒരുപാട് ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ദേവിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഈ ചടങ്ങുകളിലാണെങ്കിലും ഒക്കെ ദേവിയുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ സാന്നിധ്യം ഏറ്റവും അടുത്തറിഞ്ഞ നിമിഷം എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ പറഞ്ഞ ദേവിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ട്. മൂകാസ്വാദനവത് എന്നൊരു സൂത്രം പറയുന്നുണ്ട്. മൂകൻ മാമ്പഴം ആസ്വദിക്കുന്നത് പോലെ എന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം മൂകൻ മാമ്പഴം കഴിച്ചിട്ട് അതിൻ്റെ സ്വാദ് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഭക്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ഇതിനകത്ത്. പിന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് നമ്മൾ ദേവിക്ക് ഞാനിവിടെ ദേവിദാസനായിട്ട് വന്നിട്ട് നമ്മൾ ദേവിയിൽ തന്നെ ഏകാഗ്രതമായിട്ട് ചിത്രത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കൂടുതൽ വിഷ്വലിലൂടെ തന്നെ കൂടുതൽ അറിവ് നേടാൻ സാധിക്കും. പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈശ്വരിൽ നിന്നുള്ളത് അറിവാണ് പ്രധാനം. അപ്പം അറിവ് കൂടുമ്പോഴാണ് ഈശ്വരനോട് നമ്മൾ കൂടുതൽ അടുക്കുന്നത്. അറിവില്ലാതെ അടുക്കുന്ന അന്ധവിശ്വാസമാണ്, അന്ധമായിട്ടുള്ള കണ്ണടച്ച് വിശ്വസിക്കുന്നത്. അപ്പം അറിവ് നേടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിദ്യ അസ്മിത രാഗദ്വേഷ അവിനിവേശ പഞ്ചക്ലേശ ഇതി എന്നാണ് പതഞ്ജലി മഹർഷി പിന്നെ പറഞ്ഞിട്ടുള്ളത് യോഗദർശനത്തിൽ. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇങ്ങനെ 5 ദുഃഖങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഈ ലോകത്ത് മനുഷ്യർക്ക് 5 ദുഃഖങ്ങളേ ഉള്ളൂ, 6ാമതൊരു ദുഃഖമില്ല. ഈ 5 ദുഃഖങ്ങളെയും മറികടന്ന് വേണം നമ്മൾ ഈശ്വരനിലേക്ക് ലയിക്കാൻ. അതെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിദ്യ കൊണ്ട്. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ എന്നല്ല, വിപരീത ജ്ഞാനം. ഒരു വസ്തുവിനെ മറ്റൊന്നായി കണ്ട് അത് ഭ്രമിക്കുകയോ അതിന് ദേഷ്യപ്പെടുകയോ ചെയ്യുന്നതല്ല. അവിദ്യ, അസ്മിത, രാഗം, ദേഷ്യം. അപ്പോൾ ഈ 4 കാര്യങ്ങളും മറ്റ് 4 കാര്യങ്ങളും നമുക്കുണ്ടാകുന്നത് ആദ്യത്തെ അവിദ്യ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ ദേവി ഉപാസിച്ച് ദേവിയുടെ മുന്നിലേക്ക് പൂർണ്ണമായിട്ടും ദേവി ഉപാസിച്ച് പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അനുഭവമായിട്ട് വരുന്നത് നമ്മൾ ദേവിയിൽ നിന്ന് കൂടുതൽ ആചാരങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആചാരത്തിൻ്റെ ഉള്ളിൽ ഇന്നതാണ് ഉള്ളത് ദേവി തന്നെ ദർശനം തരും. അതിപ്പോൾ നമ്മൾ ദുഃഖങ്ങൾ ഒന്നൊന്നായിട്ട് കട്ടായി പോകും. അതാണ് എൻ്റെ അനുഭവം. അമ്പലത്തിൽ വന്നതിന് ശേഷം എൻ്റെ അനുഭവം അതാണ്. ഇപ്പോൾ ഭൗതികമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കും, ഒരു സാമ്പത്തികം, മറ്റു കാര്യങ്ങൾ, ജനങ്ങളുടെ പ്രീതി അല്ലേ. അപ്പം അതിലൊന്നും നമ്മൾ വീഴാതെ കലങ്കാവൽ നടത്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ മൂത്തവാതി ഭയങ്കര കലങ്കാവലാണ് നടത്തി എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മളങ്ങ് ശ്രമിക്കാൻ പാടില്ല. ശ്രമിച്ച കാലങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇളയവാത്തി പാകമായി വന്നിട്ട് മൂത്തവാത്തിയാകും. ഈ ഭ്രമങ്ങളിലൊന്നും വീഴാതെ പാകമാകുമ്പോൾ മൂത്തവാത്തിയാകണം എന്ന് പറയുന്നതുകൊണ്ടാണ്. കാരണം അടുത്ത തലമുറ വാർത്തെടുക്കണമെങ്കിലും നമുക്ക് ഈ മൂത്തവാത്തി ഈ ഭ്രമം ഉണ്ടാകാൻ പാടില്ല, ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ പാടില്ല. കളങ്കാവലിനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷ്വൽസിനോടോ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ദേവിയിൽ തന്നെ മനസ്സർപ്പിച്ച് അങ്ങനെയുള്ള അടുത്ത തലമുറ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു അനുഭവമാണ് എനിക്ക് ദേവിയിൽ നിന്ന്, ദേവിയെ ഇത്തരത്തിൽ ഉപാസിച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ള. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. പക്ഷെ ഭൗതികമായിട്ടുള്ള നേട്ടമല്ല ശരിക്കും ദേവി ഉപാസിച്ച് കിട്ടേണ്ടത്, ദേവനെ ഉപാസിച്ച് കിട്ടേണ്ടത്.
ആ ഒരു അനുഭവത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാകമായി എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല. അതെ. മൂത്ത് ഭാഗമായെന്ന് പറയാൻ പറ്റത്തില്ലേ? അങ്ങനെയാണല്ലോ, നമ്മൾ മൂത്ത് ഭാഗമാകുമ്പം ജ്ഞാനം ബ്രഹ്മ, ജ്ഞാനം ഈശ്വരൻ ഒന്നായിത്തീരുന്ന, ദേവി ഒന്നായിത്തീരുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതെല്ലാം നമ്മളത് വിടും. ആ സമയത്ത് ഭാഗമായി കൊണ്ടലിക്കാന്നുള്ളൊരു ശ്രമമാണ്. ദേവിയെ അറിയാനുള്ളൊരു പ്രയാണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല ദിക്കുബലികളും കാണുന്നുണ്ട്. പള്ളിച്ചൽ ദിക്കുബലി, കോലിയക്കോട് ദിക്കുബലി. അപ്പോൾ നമ്മുടെ കോലിയക്കോട് ദിക്കുബലിയുടെ ഇടയിലാണ് നമ്മുടെ നേമം കച്ചേരി നട എഴുന്നള്ളിപ്പ് വരുന്നത്. അപ്പോൾ അവിടെ മാത്രമായിട്ടൊരു പ്രത്യേകമായിട്ട് നമ്മൾ നേമം കച്ചേരി നടയിൽ എഴുന്നള്ളിപ്പ് നടത്തുന്നു. അവിടുത്തെ വീടുകളിൽ കോലിയക്കോട് ദിക്കുബലിയുടെ ഇടയിൽ അവിടുത്തെ വീടുകളിൽ നമ്മൾ നിറവറ നടത്തുന്നു. അതിനെക്കുറിച്ച് എന്താ അവിടെ മാത്രമായിട്ട് ഇങ്ങനെ ഒരു എഴുന്നള്ളിപ്പ് നടത്താനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറഞ്ഞുതരാൻ കഴിയും? നേമം കച്ചേരി കാര്യാലയം എന്നാണ് പറയുന്നത്. നിയമം കച്ചേരി കാര്യാലയം, നിയമകാര്യങ്ങൾ നടപ്പിലാക്കുന്ന കച്ചേരി കാര്യാലയം എന്നാണ്. അതിനെ പറഞ്ഞാണ് നിയമം ആയത് എന്നാണ് ഞാൻ പൂർവാചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ രാജഭരണകാലത്ത് ആ രാജാവിൻ്റെ ഭരണകാലത്ത് ഒരു ഭരണകാര്യാലയമായിരുന്നു നിയമം കച്ചേരി കാര്യാലയം. അപ്പോൾ രാജവീതിയായിരുന്നു. സ്വാമി ക്ഷേത്രം മുതൽ ഇങ്ങോട്ട് രാജവീതിയായിരുന്നു. അപ്പോൾ രാജവീതിയിൽ രാജാവിന് ആ ദേവിയുടെ എഴുന്നള്ളത്ത് കാണണം എന്നുള്ളൊരു സങ്കല്പം വരികയും ഒരു കൗതുകം വരികയും അങ്ങനെ ആ രാജാവിന് വേണ്ടിയാണ് നേമം കച്ചേരി നടയിൽ ഇങ്ങനെ ഒരു എഴുന്നള്ളത്ത് അന്ന് രാജഭരണകാലത്ത് വന്നത്. പിന്നെ അത് പരമ്പരയായിട്ടുള്ള ആചാരമായിട്ട് മാറി. അങ്ങനെ രാജവീതിയിൽ ചെയ്യുന്ന, കാരണം ദേവിയും രാജകുടുംബമായിട്ട് അത്ര ബന്ധമുണ്ട്. ദേവി ഇവിടുത്തെ ആവിർഭവിച്ച ആ സംഭവമായിട്ടും ഐതിഹ്യമായിട്ടും അങ്ങനെ രാജാവിന് തിരുമുൽ കാഴ്ചവെക്കുന്നതായിട്ടാണ് ഈ ദേവിയുടെ നൃത്തം അവിടെ ചെയ്യുന്നത്. 2001 മുതൽ ദേവിയുടെ ദാസനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ദേവിയെ ദർശിക്കാൻ വേണ്ടി പല ദിക്കുകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും അനേകായിരം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ വാത്തിയോട് ആരെങ്കിലും ഏതെങ്കിലും ഭക്തജനങ്ങൾ ദേവിയായിട്ട് അനുഭവിച്ചറിഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? പല ഭക്തജനങ്ങളും അവിടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് പ്രധാനമായിട്ടും കുട്ടികളില്ലാത്തവർക്ക് അടിമകടത്തൽ എന്നൊരു ചടങ്ങുണ്ട്. അത് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന നിലയ്ക്ക് വേണ്ടി ഒരു ഇല ഇട്ടിട്ട്, അതായത് കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് മുന്നിൽ അടിമകടത്താം, ദേവിക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പം ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി പേര് ആ സങ്കല്പം ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുകയും അപ്പോൾ തന്നെ ദേവിയുടെ തിരുമുമ്പിൽ ചോറും അന്നപ്രാശനം കഴിഞ്ഞ ഉടനെ ആ ചോറിനുള്ള ഇലയിൽ കിടത്തി ദേവിക്ക് സമർപ്പിക്കുന്നതായിട്ട് അങ്ങനെ ഒത്തിരി ഭക്തജനങ്ങൾ അങ്ങനെ വന്നിട്ട് അവർക്ക് ആ ഭാഗ്യം ലഭിച്ച് പോയിട്ടുണ്ട്. പിന്നെ അസുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ചാർത്തുപൊടി എന്ന് ദേവിയുടെ വസൂരി സമർപ്പിക്കുന്ന ഒരു ഔഷധമായിട്ടാണ്. അപ്പം രോഗങ്ങൾക്ക് ഒരു ശാന്തി ലഭിക്കുന്നതിലേക്ക് വേണ്ടി അമ്മയെ സമീപിച്ചിട്ട് അങ്ങനെ ഒത്തിരി അനുഭവമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർ നേർന്നിട്ട് അത് ഭംഗിയായിട്ട് സാധിച്ചെടുത്ത അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ ദേവി നിറവറ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ 4 ദിക്കിലേക്കും പോകുന്നു. അപ്പോൾ നമ്മുടെ ദേവിയുടെ തങ്കത്തിരുമുടി തോളിൽ വെച്ചിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത്. പല അമ്പലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് തലയിൽ വെച്ചുകൊണ്ട് ദേവി എഴുന്നള്ളിച്ച് വീടുകളിൽ കൊണ്ടുവരുന്നത്. ഇവിടെ വെള്ളായണം ദേവി ക്ഷേത്രത്തിൽ നമ്മുടെ തങ്കത്തിരുമുടി തോളിൽ വെച്ച് എഴുന്നള്ളി കൊണ്ടുവരുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ തോളിൽ ദേവി എഴുന്നള്ളിച്ച് കൊണ്ടുവരാനുള്ള കാരണം? ദേവിയുടെ ധ്യാനത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. കാളിന്മേഘ സമപ്രഭാതമേനം വേതാള കണ്ഠസ്ഥിതം ഘടകം, അല്ലെ, വേതാളത്തിൻ്റെ പുറത്ത്, വേതാളിയുടെ കണ്ഠത്തിൽ ഇരുന്നാണ് ദേവി പോകുന്നത്. ദാരികനെ ഗ്രഹിക്കാനും ദാരികനെ അനുഷ്ഠിച്ച് പോകുന്നത്. വേതാള കണ്ഠസ്ഥിതം ഘടകം കീടകപര ദാരുകാശിരകൃത്വാകരാഗരുഷം ഭൂതപ്രേത പിശാച മാതൃസഹിതം, ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും കൂടെ എന്ന് പറഞ്ഞാൽ കിങ്കരന്മാരെ കൂടെ ദേവി വേതാളത്തിൻ്റെ പുറത്താണ് പോകുന്നത് എന്നാണ് സങ്കല്പം. അങ്ങനെ വേതാളത്തിൻ്റെ പുറത്ത് പോകുന്ന സങ്കല്പത്തിലാണ് വാത്തിയുടെ തോളിലിരുന്ന ദേവി പറിയെടുക്കാനായിട്ട് പോകുന്നത്. കാളികൊട്ട് ഉത്സവത്തിന് വേണ്ടി ശ്രീകോവിൽ ദേവി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ ദിക്കുബലിക്ക് അണിയറപ്പുരയിൽ നിന്ന് ദേവി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും 3 അടി വെച്ചാണ് ദേവി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നറിയാൻ ആഗ്രഹമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാളികൊട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാതലായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ചോദിച്ചത്. പക്ഷെ പല ഭക്തരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് ഇപ്പം ചോദിച്ചത്. നല്ലൊരു കാര്യമാണ്. അപ്പം മൂന്ന് കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ
അത് ഏത് ബേസ് വെച്ചാണ്, ഏത് ചുവട് വെച്ചാണ് പോകേണ്ടത്, ഏത് പ്രധാനപ്പെട്ട ചുവട് വെച്ചാണ് പോകേണ്ടതെന്ന് ദേവി കാണിച്ചു തരുന്നതാണ് 3 ചുവട്. അവിടെ ക്രിയായോഗം എന്നാണ് ഇത് പറയുന്നത്. അതായത് ഇത് ഈ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്, ഈ തിങ്ങി പറക്കുന്നത് വെള്ളായണി ദേശത്ത്. പണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കർഷക ജനതയുടെ കൂട്ടായ്മയായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ദ്രവിഡിയൻ കൾച്ചർ, അതുകൊണ്ട് കൗളാചാരമാണ് കയറി വന്നത്. ദ്രവിഡിയൻ കൾച്ചറാണ്, ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റ് അല്ല. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ദേവി ഉപാസന ചെയ്യണം. അന്നത്തെ ആൾക്കാർ ഇവിടെ പഴവർഗ്ഗങ്ങളാണ് ഭക്ഷിച്ചിരുന്നത്. അവിടെ കൃഷി പഴവർഗ്ഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് ദേവി കാഴ്ചവെക്കുന്നു. കള്ള് ചെത്തായിരുന്നു തൊഴിൽ, അതുകൊണ്ട് കള്ള് നിവേദിക്കുന്നു. അപ്പോൾ ദേശത്തിൽ പരമേശ്വരൻ തന്നെ ദേവിയോട് പറയുന്നുണ്ട്, ദേവി ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ അതാത് ദേശക്കാർ എന്ത് തരുന്നുവോ, മത്സ്യമാണെങ്കിൽ മത്സ്യം, മാംസമാണെങ്കിൽ മാംസം, കള്ളാണെങ്കിൽ കള്ള്, അത് നീ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നുണ്ട്. അതേപോലെ സാധാരണക്കാർക്ക് ദേവി ഉപാസിക്കണമെങ്കിൽ ജ്ഞാനത്തിലേക്കാണ് ലക്ഷ്യമെങ്കിലും, ജ്ഞാനമാണ് ലക്ഷ്യമെങ്കിലും അവരുടെ ആ പരിമിതി, അവരുടെ ഭൗതിക പരിമിതിയിൽ നിന്നുകൊണ്ട്, അപ്പോൾ അവരുടെ സാധാരണക്കാരൻ്റെ ഭൗതിക പരിമിതി എന്ന് പറയുന്നത് ക്രിയായോഗമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ക്രിയായോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ ചെയ്തുകൊണ്ട്, ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദേവിയിലേക്ക് അടുക്കുക. കർമ്മം ചെയ്യാതെ അടുക്കണമെന്നല്ല പറയുക. അന്ന് യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്നത്. മനുഷ്യനും ഈശ്വരൻ തമ്മിൽ കൂടിച്ചേരുന്നതാണ് യോഗമായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഇവിടെ തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. ഇനി 3 ഘട്ടങ്ങൾ താണ്ടി 3 ഘട്ടങ്ങളിലൂടെ ആയിരിക്കണം ദേവിയിലേക്ക് അടുക്കേണ്ടത്. അതുകൊണ്ടാണ് 3 ചുവട് അതിനകത്ത് കാണിക്കുന്നത്. തപസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലക്ഷ്യം എന്താണ്? ദേവി പുറത്തിറങ്ങിയ ലക്ഷ്യം ദാരിദ്ര്യം നിഗ്രഹിക്കുക, അതായിരുന്നു ദേവിയുടെ ലക്ഷ്യം. അപ്പോൾ അതിന് 2 വിഷയങ്ങൾ, ഇപ്പം ചൂട്, തണുപ്പ്, മാനം, അപമാനം, ഇതാണ് ദ്വന്ദ്വം എന്ന് പറയുന്നത്. ദ്വന്ദ്വസഹനം തപ എന്നാണ്. തപസ് എന്ന് പറയുമ്പോൾ എല്ലാം സഹിക്കുക, എല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. നമുക്ക് ഏതൊരു ഭൗതികമായിട്ടുള്ള ലക്ഷ്യമാണെങ്കിലും ശരി തന്നെ തപസ് അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് ഇതാണ്. ഏതാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ഏകാഗ്രത നടത്തി പോവുക, ഇതാണ് തപസ് എന്നത്. സ്വാധ്യായം. അപ്പോൾ സ്വാധ്യായം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമ്മളെ അധ്യയനം ചെയ്യുക, സ്വയമേ അധ്യയനം ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട്, രാത്രി കിടന്നുറങ്ങാൻ പോകുന്നുണ്ട്. കിടന്നുറങ്ങുന്നതിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്വയമേ അധ്യയനം ചെയ്യണം. ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലായിരുന്നുള്ളത്. സ്വാധ്യായം. പിന്നെ അധ്യായം എന്നും കൂടെ ഉണ്ട്. സ്വാധ്യായത്തിന് അധ്യായം. നല്ല കാര്യങ്ങൾ മാത്രമേ പഠിക്കാവൂ, അത് സ്വാധ്യായം. അതേ കാര്യങ്ങൾ പഠിക്കരുത്. അപ്പം പാരായണം ചെയ്യുക, വേദങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല ഗുരുവിൻ്റെ ഉപദേശം ചെയ്യുക, സ്വയമേ തന്നെ അധ്യയനം ചെയ്യുക, ഇതൊക്കെ സ്വാധ്യായത്തിൽ പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെ ഈശ്വര പ്രണിധാനത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത് കർമ്മം. ദേവിയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്, ഞാനല്ല എന്നുള്ള ഭാവത്തോടു കൂടി, ഈശ്വര പ്രണിധാനത്തോടു കൂടി ഓരോ ശ്വാസത്തിനും, ഓരോ കർമ്മം ചെയ്യുമ്പോഴും, ഓരോ ശ്വാസം വിടുമ്പോഴും ദേവി 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 എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം ചെയ്യുന്നത്. നമ്മുടെ ഗാനഗന്ധർവനായിട്ട് യേശുദാസ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കൈ കഴുകുന്നത് പോലും, ബാഷ്പീസിൽ കൈ കഴുകുന്നത് പോലും മൂകാംബിക ദേവി എന്ന് വിചാരിച്ചിട്ടാണ് കൈ കഴുകുന്നത്. അപ്പം അത്ര ഓരോ കർമ്മം ചെയ്യുമ്പോഴും ദേവി ഉപാസനയോടുകൂടി ദേവിയാണ് ചെയ്യിക്കുന്നത്, ദേവിയുടെ ദാസനാണെന്നുള്ള രീതിയിൽ കർമ്മം ചെയ്യണം. അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ ആണ് ദേവിയുടെ അടുത്തിട്ട് അങ്ങനെ 3 ചുവട് പുറത്തിറങ്ങുമ്പോൾ വയ്ക്കുന്നത്. അതെ, നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാര പ്രകാരമായിട്ട് കണ്ടുവരുന്ന ഒരു ചടങ്ങാണ് ഒഴുകുബലി. എന്താണ് ഒഴുകുബലി എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവസാനത്തെ കളങ്കാവലിന് തൊട്ട് മുന്നേ നടക്കുന്ന ഒഴുകുബലി കഴിഞ്ഞിട്ട് ദേവി ഓടി വരുന്ന ഒരു ദൃശ്യം നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. കൂടുതലായിട്ട് എൻ്റെ പൂർവികരെ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? ഓരോ ദിക്കിലും പോയിട്ട് ആണ് ഈ ഒഴുകുബലി നടത്തുന്നത്. ദിക്കിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ഒഴുകുബലിയായിട്ട്, പൂർണ്ണമായിട്ടുള്ള ഒഴുകുബലി അതാണ്. ഇത് തൽക്കാലമായിട്ട് സങ്കല്പിക്കുന്നത്. ഓരോ ദേശത്ത് പോയിട്ട് ആ ദേശത്തിനൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും, ഒരു അതിർത്തി ഉണ്ടായിരിക്കും. ആ ദേശദേവതയുടെ ഉത്സവ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഈ ഒഴുകുബലി എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള അമ്മകളിൽ പള്ളിവേട്ട അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള
അപ്പോൾ ഒരു രാജാവ്, അപ്പം ദേവി എന്ന് പറയുന്നത് ഈ ദേശത്തിന്റെ രാജാവാണ്, രാജ്ഞി, രാജാവിന്റെ രാജ്ഞി. അപ്പോൾ ആ രാജ്ഞി പിന്നെ ആ ദേശത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രത്തിന് ഒരു അതിർത്തി ഉണ്ടാവുമല്ലോ, അതേപോലെ ഒരു ദേശത്തിന് ഒരു അതിർത്തി നിശ്ചയിച്ചിട്ട് ആ ദേശത്തിന്റെ അല്ലെങ്കിൽ അധിപൻ ആ ദേശത്തിലെ രാജാവിന് പകരം അത് ദേവതയായിട്ട് സങ്കല്പിക്കുന്നത്. ഇവിടെ അതാണ്. അതുകൊണ്ടാണ് സിംഹയോനിയിൽ ദേവി ഇരിക്കുന്നത്. സിംഹയോനി എന്ന് പറയുമ്പോൾ വടക്ക് ദർശനമായിട്ടിരിക്കുന്നത്, രാജകീയ പദവിയിലായിരിക്കുന്നത് ദേവി. അപ്പൊ രാജാവ് ദേശത്തിന്റെ രാജ്ഞിയാണ്. അപ്പൊ രാജ്ഞി ആ ദേശത്ത് പിന്നെ ആ ഭൂപ്രദേശത്ത്, ആ ഗ്രാമപ്രദേശത്ത് വന്യമൃഗങ്ങള്, വനത്തിലുള്ള മൃഗങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതിലേക്ക് വേണ്ടി ആ വനത്തിൽ അവിടെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ ഒഴിവിളി നടത്തുന്നത്, ബലി കൊടുക്കുകയാണ്. അപ്പൊ ആ ദേശത്തുനിന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അല്ലേ, വന്യജീവികൾ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഇറങ്ങി വന്നിട്ട് കൃഷി നശിപ്പിക്കാതിരിക്കണം, ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. അതിനുവേണ്ടി രാജാവ് തന്നെ നേരിട്ട് പോയി, നമ്മുടെ രാജ്ഞി തന്നെ നേരിട്ട് പോയി അവിടെ ആ ദുഷ്ടശക്തികളെ, ആ ജീവികളെ കൊല്ലുന്നതായിട്ടുള്ള സംഘം. കാരണം രാജാവിന് മാത്രമേ പള്ളികെട്ടേക്ക് അധികാരമുള്ളൂ, മനുഷ്യന് അധികാരം. ഇപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്കൊരു മൃഗത്തിനെ കൊല്ലണമെങ്കിലും ആരുടെ ഓർഡറാണ്? ഗവൺമെന്റിന്റെ ഓർഡറാണ്. ഗവൺമെന്റ് തന്നെയാണത് ചെയ്യുന്നത്, നടപ്പാക്കുന്നത്. അപ്പം നമുക്ക് വന്യജീവികളെ കൊള്ളാനുള്ള അധികാരം ഇല്ല എന്ന് അന്നേ ആചാരത്തിലുണ്ട്. സനാതന ധർമ്മത്തിൽ വന്യജീവികളെ, വനത്തിലെ ജീവികളെയോ ഇതര ജീവികളെയോ കൊള്ളാൻ അധികാരം ആർക്കില്ല? നമുക്ക് സാധാരണക്കാർക്കില്ല. അപ്പൊ അതിനുള്ള അധികാരം രാജാവിനല്ലേ, രാഷ്ട്രത്തലവനേ ഉള്ളൂ. അപ്പൊ അത് സങ്കല്പിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അവസാനത്തെ ഒഴിവ് ബലിയും ഇത് സങ്കല്പിച്ചാണ് ചെയ്യുന്നത്. അതായത് എല്ലാ ബലികളെയും ഒഴിവാക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് ഇനി ഒരു ബലിയും ഇല്ല എന്നുള്ള സങ്കല്പത്തില്ല. ഇനി തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല. തിരിഞ്ഞു നോക്കാതാണ് ഓടി വരുന്നത്, ഓടി സ്ഥാനത്ത് പിന്നെ ധ്യാനാവസ്ഥയിലേക്ക് വരുന്നതാണ്. അപ്പൊ ഈ ബലികളോ ഈ കർമ്മങ്ങളോ ഒന്നും തന്നെ ഇനി എൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകരുത്, അല്ലേ? അതൊന്നും എനിക്ക് ധാർമ്മികനെ നിഗ്രഹിക്കുന്നതിലേക്ക് വേണ്ടി ഇതൊന്നും ശാശ്വതമല്ല. പ്രാഥമികമായിട്ട് ശാശ്വതമാണെങ്കിലും ആത്യന്തികമായി അത് ഉപയോഗപ്രദമല്ല എന്ന് കാണുന്നുണ്ട്. ആത്യന്തിക ലക്ഷ്യം അതല്ലല്ലോ. അപ്പൊ ഈ ബലികളും മറ്റു ക്രിയകളെല്ലാം നിർത്തിവെച്ചിട്ട് പിന്നെ ഒരു ക്രിയകളും ഇല്ല എന്നുള്ള രീതിയിലാണ് ദേവി തിരിഞ്ഞു നോക്കാതെ ഓടി തൻ്റെ വാസസ്ഥാനത്തേക്ക് വന്ന് നൽകിപ്പ് ആരംഭിക്കുന്നു. അതിനുവേണ്ടി ഓട്ടം, തിരിഞ്ഞു നോക്കാതെ ഓടുന്നതാണ്. അന്ന് നമ്മളെ ആ നിഗ്രഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കത്തില്ല. തിരിഞ്ഞു നോക്കാൻ ശൂലം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ദേവി തൻ്റെ വാസസ്ഥാനത്തേക്ക് ഓടി വരുന്നതായിട്ടാണ് എത്രയും വേഗം എന്നുള്ളതാണ് സങ്കല്പം.